ജീവൻ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ മനോഹരവും വ്യത്യസ്തവുമായ ഒരു ഭവനമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അധികമാർക്കും അറിയാത്ത എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം ഈ ഭവനത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ആ ചരിത്രത്തിലേക്കും ഈ വീടിനെ കുറിച്ച് അറിയേണ്ട മറ്റു പ്രത്യേകതകളിലേക്കുമാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവൻ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക പ്രശസ്ത വാസ്തുശില്പിയായ ശ്രീ ലാറി ബേക്കർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കേരളത്തിൽ നിർമ്മിച്ച ഏതാനും വീടുകളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനുമിടയിൽ ചോറ്റി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം. ലോക പ്രശസ്ത വാസ്തുശില്പിയായ ലാറി ബേക്കറും പ്രശസ്തനായ വാസ്തുശില്പി പ്രകാശ് ആനന്ദും ചേർന്ന് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ പണി കഴിപ്പിച്ചതാണ് അതിമനോഹരമായ കൊട്ടാര സമാനമായ ഈ ഭവനം. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കടുത്താണ് അതിശയകരമായി ഈ വീട് നിലകൊള്ളുന്നത്. ചെലവ് കുറഞ്ഞ വീട് എന്ന ആശയം പ്രചരിപ്പിച്ചിരുന്ന ലോകപ്രശസ്തനായ വാസ്തുശില്പിയാണ് ലാറി ബേക്കർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശ്രീ ലോറൻസ് ബേക്കർ. ബ്രിട്ടനിൽ ജനിച്ചെങ്കിലും ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ബേക്കർ കേരളത്തെ തന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റി. കേരളത്തിലുടനീളം ചെലവ് കുറഞ്ഞതും എന്നാൽ മനോഹരവുമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച അദ്ദേഹം കേരള സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഇന്ന് ബേക്കറിന്റെ പാത പിന്തുടർന്ന് നിരവധി ആർക്കിടെക്റ്റുകൾ ചെലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. അതിനെല്ലാം ലാറി ബേക്കർ രീതി എന്ന് പേര് വരത്തക്കവണ്ണം പ്രശസ്തമാണ് ആ വാസ്തുശില്പ രീതി. ആയിരത്തി 1990 ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി.
ലോകത്തിന്റെ പണിയായുധശാല എന്ന അപരനാമമുള്ള ഇംഗ്ലണ്ടിലെ ബെർമിഹാമിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ബേക്കർ ജനിച്ചത്. ഗുരുനാഥന്റെ ഉപദേശത്തെ തുടർന്ന് ലാറി ബെർമിംഗ്ഹാം സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വിദ്യാർത്ഥിയായി ചേർന്നു. പഠനകാലത്ത് പല രാജ്യങ്ങളിലെ വിവിധ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിനായി സഹപാഠികളൊത്ത് അദ്ദേഹം സൈക്കിളിൽ രാജ്യങ്ങൾ ചുറ്റാൻ തുടങ്ങി. പാരമ്പര്യ വാസ്തുശില്പ പ്രത്യേകതകളെക്കുറിച്ച് അവഗാഹമുണ്ടാക്കാൻ ലാറിയെ ഈ യാത്രകൾ സഹായിച്ചു. കെട്ടിട നിർമ്മാണ രംഗത്ത് വൻ മാറ്റങ്ങൾ കടന്നു വന്ന കാലമായിരുന്നു അത്. സിമന്റിന്റെ കണ്ടുപിടുത്തം, ഇരുമ്പിന്റെ വിലയിലുണ്ടായ കുറവ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ കോൺക്രീറ്റ് സൗധങ്ങളുടെ പ്രചാരണത്തിന് കാരണമായി. എന്നാൽ ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ലാറി ബേക്കറുടെ മനസ്സ് തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയായിരുന്നു. വാസ്തുശില്പകല സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയിലായി അദ്ദേഹം. അപ്പോഴേക്കും കോൺക്രീറ്റ് നിർമ്മിതികൾക്കെതിരെ ചിന്തിക്കുന്ന ഒട്ടേറെ പേർ രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു. ലാറി ബേക്കർക്കും അവരുടെ പാത പിന്തുടരണമെന്നായിരുന്നു ആഗ്രഹം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരെയും പോലെ അദ്ദേഹവും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കേണ്ടതായി വന്നു. യുദ്ധത്തിൽ മുറിവേറ്റവരെ പരിചരിക്കാനുള്ള പ്രത്യേക സംഘത്തിൽ അദ്ദേഹം ചൈനയിൽ സേവനമനുഷ്ഠിച്ചു. എന്നാൽ ബ്രിട്ടനിലേക്കുള്ള മടക്കയാത്രയിൽ ലാറി ബേക്കർക്ക് ബോംബെയിൽ 3 മാസം കഴിച്ചുകൂട്ടേണ്ടതായി വന്നു. ഇക്കാലത്താണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടുന്നത്. ആ കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്നു. തയ്യൽക്കടയിലെ ഉപയോഗശൂന്യമായ തുണികൾ വെച്ച് തുണിയുണ്ടാക്കിയ ലാറി ബേക്കറുടെ ഷൂസ് ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്താനുള്ള ലാറിയുടെ ചാതുര്യം ഗാന്ധി തിരിച്ചറിയും അദ്ദേഹത്തോടെ ഇന്ത്യയിലെ സാധാരണക്കാർക്കായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ ആ നിർദ്ദേശം ബേക്കറുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. അങ്ങനെ 1945 ഭാരതത്തിലെ സാധാരണക്കാർക്കായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കെയാണ് ഇന്ത്യൻ വാസ്തുശില്പവിദ്യയുടെ പ്രത്യേകതകൾ ബേക്കർ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫൈസാബാദിലായിരുന്നു ലാറി ബേക്കർ തന്റെ കെട്ടിട നിർമ്മാണ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ച അദ്ദേഹം ഓരോ പ്രദേശത്തിനും ചേർന്ന് പാർപ്പിട നിർമ്മാണ ശൈലി അവതരിപ്പിച്ചു. മലയാളിയായ എലിസബത്തിനെ വിവാഹം ചെയ്താണ് ലാറി ബേക്കർ കേരളത്തിലേക്ക് വരുന്നത്. 1963 അദ്ദേഹം വാഗമണ്ണിൽ താമസമാക്കി. 971 സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് വേണ്ടി ഉള്ളൂരിൽ പണികഴിപ്പിച്ച കെട്ടിടം, 973 തിരുവല്ലയിൽ നിർമ്മിച്ച സെന്റ് ജോൺസ് കത്തീഡ്രൽ, 974 പൂന്തറയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ചു നൽകിയ വീടുകൾ, തിരുവനന്തപുരത്ത് 976 പണികഴിപ്പിച്ച ചിത്രലേഖ ഫിലിം സ്റ്റുഡിയോ, തിരുവനന്തപുരത്ത് തന്നെ 1989 നിർമ്മാണം തീർത്ത ഇന്ത്യൻ കോഫി ഹൗസ് കെട്ടിടം എന്നിവ ലാറി ബേക്കർ എന്ന വാസ്തുശില്പിയുടെ കരവിരുതിന്റെ മകുടോദാഹരണങ്ങളാണ്. അങ്ങനെയിരിക്കെയാണ് 1992 ഇടുക്കിയിലെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ആവശ്യപ്രകാരം കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനുമിടയിൽ ചോറ്റി എന്ന ഈ സ്ഥലത്ത് ലാറി ബേക്കറും മറ്റൊരു പ്രശസ്തനായ വാസ്തുശില്പ വിദഗ്ധൻ ആനന്ദും ചേർന്ന് മനോഹരമായി ഈ ഭവനം നിർമ്മിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ലാറി ബേക്കർ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 33 സെന്റ് സ്ഥലത്താണ് മനോഹരമായി ഈ ഭവനം നിലകൊള്ളുന്നത്. ലാറി ബേക്കർ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയത്. പൂർണ്ണമായും ചുടുകട്ടയാണ് ഈ വീടിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ചുടുകട്ടയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട നിർമ്മാണ സാമഗ്രി. ചുടുകട്ടകൾ പ്രത്യേക രീതിയിൽ വിലങ്ങനെ നിരത്തി അടുക്കിയുള്ള നിർമ്മാണ രീതിയാണ് ഈ വീടിനായി അദ്ദേഹം അവലംബിച്ചത്. 4 ബെഡ്റൂമുകളാണ് മനോഹരമായി ഈ വീട്ടിലുള്ളത്. ബെഡ്റൂമുകൾ 4 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. കൂടാതെ മറ്റു 2 ബാത്റൂമുകൾ കൂടി ഇവിടെയുണ്ട്. അത്യാധുനികമല്ലാത്ത എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉടമ ഈ വീടിന് വരുത്തുകയുണ്ടായി. KK റോഡിലേക്ക് ഇവിടെ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പഞ്ചായത്ത് റോഡിന് അരികിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. ബേക്കർ സ്റ്റൈലിലുള്ള ഈ പിരിയൻ ഗോവണി ഈ സൗധത്തിന്റെ അഴക് 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. 9 കിലോമീറ്ററാണ് ഇവിടെ നിന്നും കാഞ്ഞിരപ്പള്ളി ടൗണിലേക്കുള്ള ദൂരം. വില കൂടിയ ജനൽ കട്ടിലുകൾ ഒഴിവാക്കി അതിനു പകരം കട്ടകൾ നിശ്ചിത അകലത്തിൽ വളച്ച് ഭാരം 2 വശത്തായി കേന്ദ്രീകരിച്ച ജനലുകൾ സൃഷ്ടിക്കാനുള്ള രീതിക്ക് ലാറി ബേക്കറാണ് പ്രചാരം നൽകിയത്. ഇങ്ങനെ മരജനാലകൾക്ക് മുകളിൽ വാർക്കേണ്ടതായ ലിൻഡൽ ബീം അദ്ദേഹം ഒഴിവാക്കുകയുണ്ടായി.
കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, കുട്ടിക്കാനം, പീരുമേട്, പരുന്തുംപാറ എന്നീ സ്ഥലങ്ങൾ ഇവിടെ നിന്നും വളരെ അടുത്താണ്. ടൂറിസ്റ്റ് ഹോമിന് ഏറ്റവും പറ്റിയ അന്തരീക്ഷമാണ് ഇവിടുത്തേത്. സെർവൻ ക്വാർട്ടേഴ്സ് സെപ്പറേറ്റ് ആയുണ്ട്. മാനുവൽ കിച്ചൺ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഇവിടെയുണ്ട്, വിശാലമായൊരു കാർ പോർച്ച് ഉണ്ട്. വറ്റാത്ത ശുദ്ധജലമാണ് ഇവിടുത്തേത്. എല്ലാ സീസണുകളിലും ജലം ധാരാളമായി ലഭിച്ചു പോരുന്നു. ബേക്കർ സ്റ്റൈലിലുള്ള ഈ പിരിയൻ ഗോവണി ഈ സൗധത്തിന്റെ അഴക് 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഈ 33 സെന്റ് സ്ഥലത്ത് വിവിധ തരം വൃക്ഷങ്ങൾ പരിപാലിക്കപ്പെട്ടു പോരുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടുത്തേത്. നൂതന സാങ്കേതിക വിദ്യകളെ അപ്പാടെ തള്ളിക്കളഞ്ഞ ആളായിരുന്നില്ല ബേക്കർ. മറിച്ച് ആവശ്യഘട്ടങ്ങളിൽ അവ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വീടിന് യോജിച്ചതും ആവശ്യമായതുമായ സാങ്കേതികത മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ലാത്ത ചുടുകട്ട ഉപയോഗിച്ചാണ് ബേക്കർ ഈ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇക്കാരണത്താൽ ചുടുകട്ടയുടെ സ്വാഭാവികമായ നിറമാണ് കെട്ടിടത്തിന് ലഭിക്കുക. വാസ്തുശില്പ വിദ്യയിൽ ലാറി ബേക്കർ സ്വീകരിച്ചിരുന്ന എല്ലാ തത്വങ്ങളുടെയും സമന്വയം നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. നിർമ്മാണ സ്ഥലത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക, മണ്ണിന്റെ ഘടനയെക്കുറിച്ച് അറിയുക, പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യാതിരിക്കുക, രൂപരേഖയുമായി സത്യസന്ധത പുലർത്തുക, തെറ്റുവന്നാൽ അപ്പോൾ തന്നെ തിരുത്തുക, പ്രദർശന ത്വരതയും സൂത്രപ്പണികളും ഒഴിവാക്കുക, മനോധർമ്മം എപ്പോഴും ഉപയോഗിക്കുക എന്നു തുടങ്ങി അദ്ദേഹം തന്റെ മേഖലയിൽ പുലർത്തി പോന്നിരുന്ന മൂല്യങ്ങളുടെ മൂർത്തമായ രൂപം നമുക്ക് ഈ ഭവനത്തിൽ കാണാൻ കഴിയും. ശുദ്ധമായ വീടിനുള്ളിൽ 4 ദിക്കിൽ നിന്നും എല്ലായ്പ്പോഴും ലഭിക്കാൻ വേണ്ട മുൻകരുതലുകൾ ലാറി ബേക്കർ നിർമ്മാണ സമയത്ത് ശ്രദ്ധിച്ചു പോന്നിരുന്നു. വളരെ വ്യത്യസ്തമായ കിണർ ഈ മുറ്റത്തിന്റെ മാറ്റുകൂട്ടുന്നു. വളരെ വിശാലമായ മുറ്റം ഈ ഭവനത്തിന് മാറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. KK റോഡിലേക്ക് ഇവിടെ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പഞ്ചായത്ത് റോഡിന് അരികിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ മനോഹരമായ ഭവനത്തിന് നിലവിലെ ഉടമ ശ്രീ വർഗീസ് ജോസഫ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. ഇന്ത്യയിൽ ഉടനീളം അദ്ദേഹം സേവന പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു. ഈ മനോഹരമായ വീടിനും സ്ഥലത്തിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില 2 കോടി രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഉടമയുമായി ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ജീവൻ ഹോംസുമായി ബന്ധപ്പെടുക. കൂടുതൽ വീട്, സ്ഥലം സംബന്ധമായ വീഡിയോകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ വളരെ വേഗത്തിൽ ലഭ്യമാകാൻ ബെൽ ഐക്കൺ അമർത്തുക. ഈ മനോഹരമായ വീടിനും സ്ഥലത്തിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില 2 കോടി രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഉടമയുമായി ചർച്ച ചെയ്യാവുന്നതാണ്.
ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ജീവൻ ഹോംസുമായി ബന്ധപ്പെടുക. കൂടുതൽ വീട്, സ്ഥലം സംബന്ധമായ വീഡിയോകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ വളരെ വേഗത്തിൽ ലഭ്യമാകാൻ ബെൽ ഐക്കൺ അമർത്തുക.